ഈ പരീക്ഷാ പേടി ഉണ്ടെങ്കിൽ പരീക്ഷാ പേടിയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള സിമ്പിൾ ടെക്നിക്കാണ് വിഷ്വലൈസേഷൻ പ്രോസസ്. പേര് പറഞ്ഞേ, വിഷ്വലൈസേഷൻ. രണ്ടു തരത്തിലുള്ള വിഷ്വലൈസേഷൻ ഉണ്ട്. പോസിറ്റീവ് വിഷ്വലൈസേഷൻ ഉണ്ട്, നെഗറ്റീവ് വിഷ്വലൈസേഷൻ ഉണ്ട്. നെഗറ്റീവ് വിഷ്വലൈസേഷൻ ഒരാൾ കാണുന്നത് എങ്ങനെയാണ്? പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റാതിരിക്കുന്നത്, പുസ്തകം എടുത്തു കഴിഞ്ഞാൽ കൈവറയ്ക്കുന്നത്, പരീക്ഷയ്ക്ക് പോയിട്ട് എന്താണ് കുളവാക്കി എഴുതുന്നത്, പരീക്ഷയുടെ മാർക്ക് വരുമ്പം 1ഉം 2ഉം ഒക്കെ കിട്ടുന്നത്, ഇതൊക്കെ എന്ത് നെഗറ്റീവ് വിഷ്വലൈസേഷൻ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പോസിറ്റീവ് വിഷ്വലൈസേഷൻ. പേര് പറഞ്ഞേ, പോസിറ്റീവ് വിഷ്വലൈസേഷൻ. പോസിറ്റീവ് വിഷ്വലൈസേഷൻ വേണമെങ്കിൽ നിർബന്ധമായിട്ടും പോസിറ്റീവ് ഫണ്ടമെന്റൽ ബിലീവ്സ് വേണം. പറഞ്ഞേ, പോസിറ്റീവ് ഫണ്ടമെന്റൽ ബിലീവ്സ്. ഒന്നുകൂടെ പറഞ്ഞേ, പോസിറ്റീവ് ഫണ്ടമെന്റൽ ബിലീവ്സ്. 4 കാര്യങ്ങളാണ് പോസിറ്റീവ് ഫണ്ടമെന്റൽ ബിലീവ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. പറഞ്ഞേ, 4 കാര്യങ്ങൾ. 1, ഐ ക്യാൻ. ഓർക്കപ്പാ, എനിക്ക് കഴിയുമെന്നുള്ള വിശ്വാസം. ഐ ക്യാൻ. ഓർക്കപ്പാ, ഐ ക്യാൻ. രണ്ടാമത്തേത് ഐ ഹാവ്. എനിക്കുണ്ട് എന്നുള്ള വിശ്വാസം. ഒക്കെ പറഞ്ഞേ, ഐ ഹാവ്. മൂന്നാമത്തേത് ഐ ഡു. ഞാൻ നന്നായിട്ട് ചെയ്യാവുന്നതിനുള്ള വിശ്വാസം. ഒക്കെ പറഞ്ഞേ, ഓക്കെ. നാലാമത്തേത് ഐ ആം. ഞാൻ ആകുന്നു എന്നുള്ള വിശ്വാസം. ഒക്കെ പറഞ്ഞേ, ഐ ആം. അപ്പൊ ഒന്നാമത്തേത് ഐ ക്യാൻ, രണ്ടാമത്തേത് ഐ ഹാവ്, മൂന്നാമത്തേത് ഐ ഡു, നാലാമത്തേത് ഐ ആം. ഈ പറയുന്ന 4 വിശ്വാസങ്ങൾ. ഈ 4 വിശ്വാസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയണം. എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റും, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും, എനിക്ക് പരീക്ഷ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് നല്ല മാർക്ക് കിട്ടും. ഇതൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് മനസ്സിൽ എന്ത് ചെയ്യണം? പറഞ്ഞുകൊണ്ടേയിരിക്കണം.